ഒരു രാജ്യത്തിന്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർണായക ഘടകമാണ് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ശത്രുവിനെ ഭീതിയിലാഴ്ത്തുന്ന അവരുടെ യുദ്ധവിമാനങ്ങൾ. ഒന്നാം തലമുറ യുദ്ധവിമാനങ്ങളിൽ തുടങ്ങി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ വരെ ഇന്ന് നാം എത്തി നിൽക്കുന്നു. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഓരോ തലമുറയിലും ഉൾപ്പെടുന്ന യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകളും അവയുടെ സാമ്യവ്യത്യാസങ്ങളും എന്ത് എന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. യുദ്ധവിമാനങ്ങളെ പ്രധാനമായും 5 തലമുറകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള പരിശ്രമത്തിലാണ് ഇന്ന് ലോകം. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെയാണ് 1ാം തലമുറ യുദ്ധവിമാനങ്ങൾ പിറവിയെടുക്കുന്നത്. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ പിസ്റ്റൺ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇവയെ ഒരു വിഭാഗത്തിലും പെടുത്തിയിട്ടില്ല. 1945ഓടെയാണ് 1ാം തലമുറ യുദ്ധവിമാനങ്ങൾ ആകാശത്തെ കീഴടക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് ബോംബുകളോ മറ്റോ വർഷിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. തോക്കുകൾ ഉപയോഗിച്ചാണ് ഇവ ശത്രുവിനെ നേരിട്ടിരുന്നത്. 1955ഓടെ 2ാം തലമുറ യുദ്ധവിമാനങ്ങൾ പിറവികൊണ്ടു. ശബ്ദത്തേക്കാൾ വേഗതയിൽ കുതിച്ചു പായുന്നതിനായി ആക്സിൽ ടർബോജെറ്റ് എഞ്ചിനുകളാണ് ഈ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കുവാനും ആദ്യകാല റഡാറുകൾ ചെറിയ തോതിലെങ്കിലും ഉപയോഗിക്കുവാനും 2ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ശേഷിയുണ്ടായിരുന്നു. 1960കളോടെ 3ാം തലമുറ യുദ്ധവിമാനങ്ങൾ പിറവിയെടുത്തു. 2ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായി ശത്രുവിനുമേൽ ആയുധങ്ങൾ വർഷിക്കുവാനുള്ള ശേഷി ഇവയ്ക്ക് ഉണ്ടായിരുന്നു. എഞ്ചിനിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചിറകുകളും കൂടാതെ വിമാനങ്ങളിൽ കൂടുതൽ ശക്തമായ ആശയവിനിമയ സംവിധാനങ്ങളും 3ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ വന്ന മാറ്റമാണ്. 1975ഓടെ 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ ആകാശത്തെ കീഴടക്കി. കമ്പ്യൂട്ടർ നിയന്ത്രിത ഫ്ലൈ ബൈ വയർ സംവിധാനങ്ങളാണ് ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റു യുദ്ധവിമാനങ്ങളിൽ നിന്നും 4ാം തലമുറ യുദ്ധവിമാനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആക്രമണശേഷിയാണ്. 4ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും ഇടയിലായി 4.5 ജനറേഷനിൽ ഉൾപ്പെടുന്ന യുദ്ധവിമാനങ്ങളും ഉണ്ട്. ഇവയ്ക്ക് 4ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകളോടൊപ്പം 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ചില പ്രധാന സവിശേഷതകളും ഉൾപ്പെടും. 2005ഓടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ സ്റ്റെൽത്ത് സവിശേഷത തന്നെയാണ്. ശത്രുവിൻ്റെ റഡാറുകളെ കബളിപ്പിച്ചുകൊണ്ട് ശത്രുവിനുമേൽ ആക്രമണം നടത്തുവാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഇവ കൂടാതെ മറ്റു നിരവധി സവിശേഷതകൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ഉണ്ട്.